കുട്ടിയുടെ വീട് സന്ദർശിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പോസ്റ്റ്മോർട്ടം ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക്. ഇന്നലെ ഉറപ്പ് നൽകിയിരുന്നു ഇവിടെയാണ് എന്നുള്ളത്. അപ്പോൾ അതിലെന്താ? ഇത് ഇന്നലെ ഞാൻ രാത്രി വിളിച്ചു, സൂപ്രണ്ടറായിട്ട് സംസാരിച്ചപ്പോൾ ഉറപ്പ് നൽകിയതാണ് ഇവിടെ പോസ്റ്റ്മോർട്ടം ചെയ്യുമെന്ന്. അതനുസരിച്ച് അതിരാവിലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യാമെന്ന് പറഞ്ഞതാണ്. പക്ഷേ ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നറിയില്ല. എന്തായാലും നമ്മൾ ഈ കാര്യത്തിൽ നമ്മുടെ ഒരു സർക്കാർ ഈ കാര്യങ്ങളിൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നത് നോക്കിയിട്ടായിരിക്കും. എന്തായാലും ഇതുപോലുള്ള ഹത്യകൾ ഇത് 1, 2, 3 അല്ല, ഇഷ്ടം പോലെ ഈ ഇത്തരം കാര്യങ്ങളിവിടെ സംഭവിച്ചു. ഞങ്ങളൊരു വാർഡ് പ്രസിഡന്റ് വനമന്ത്രി പ്രതികരണം വന്നിട്ടുണ്ട്. ഇത് വീണ് കിട്ടിയ അവസരമല്ല, പകരം ഇത് ഉരുപ്പെടുത്തിയെടുത്തൊരു അവസരമാണ് സംശയിക്കുന്നത്. ഞാൻ അതിനൊന്നും മറുപടി പറയുന്നില്ല. അതൊക്കെ എൻ്റെ കാരണം ഇവിടെ ഇങ്ങനെ കുറേ എന്താ പറയുക, വിവാദം ഉണ്ടാക്കേണ്ട സമയമല്ല വാസ്തവത്തിൽ. ഇത് ഇങ്ങനെ കുറേ ഇതൊന്നും 2, 3 മനുഷ്യക്കുരുതിയല്ല ഇങ്ങനെ സംഭവിക്കുന്നത്. നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കുന്ന നിലമ്പൂരിൽ എത്ര പേരാണ് ഇങ്ങനെ മരിച്ചത്. അപ്പോൾ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം. ഈ വന്യമൃഗശല്യത്തിനൊരു പരിഹാരം ഉണ്ടാവണം. അതാണ് നമുക്ക് പറയാനുള്ളത്. അതിന് ഏതൊരറ്റം വരെ വേണമെങ്കിലും പോകും. അതിന് എൻ്റെ നേതൃത്വവുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ തീരും. ഞങ്ങളുടെ പ്രധാന ഇഷ്യൂ നിലമ്പൂരത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഇഷ്യൂ മാത്രമല്ലല്ലോ, നിലമ്പൂരിലെ ഏറ്റവും വലിയ ഇഷ്യൂ ഇതല്ലേ. അത് ചർച്ച ചെയ്യപ്പെടേണ്ടേ, അതിനൊരു പരിഹാരം ഉണ്ടാവേണ്ടേ. അതാണ്. അല്ല തെരഞ്ഞെടുപ്പിൻ്റെ വിഷയമോ രാഷ്ട്രീയ വിഷയമോ എന്നതിനേക്കാൾ അപ്പുറത്ത് ഇതാണ് യഥാർത്ഥത്തിൽ നിലമ്പൂരിൻ്റെ യഥാർത്ഥ ഇഷ്യൂ.